ഗൈസ് എൻ്റെ കയ്യിൽ ഒരു HP-യുടെ ഒരു i3 7th ജനറേഷൻ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. 8 GB റാം ഉള്ളൂ. പിന്നെ നോർമൽ HDD ഡ്രൈവാണ് ഇരിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിൻഡോസ് 10 ആണ്. വിൻഡോസിൻ്റെ 18.04 വെർഷൻ, ബട്ട് ഇറ്റ്സ് വെരി സ്ലോ. അപ്പോൾ ഞാൻ വെച്ചു ഇതിനൊന്ന് റിവൈവ് ചെയ്യാമെന്ന്. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ വിൻഡോസ് 10 എടുത്ത് കളഞ്ഞിട്ട് ഞാൻ വിൻഡോസിൻ്റെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മീൻസ് നമ്മൾ അതിനെപ്പറ്റി അധികം കേട്ടിട്ടുണ്ടാവില്ല, ചിലവർ ഉപയോഗിച്ചിട്ടുണ്ടാവും, ബട്ട് അവർ വീണ്ടും വിൻഡോസ് 10ലേക്കോ വിൻഡോസ് 7ലേക്കോ ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. യെസ് ഗൈസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് വിൻഡോസ് 8.1 ആൻഡ് വിൻഡോസ് 8. വിൻഡോസ് 8.1 ഓൾറെഡി ഒരു ബൂട്ടബിൾ ഡ്രൈവ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ഈ സിസ്റ്റത്തിലേക്ക് നമുക്ക് വിൻഡോസ് 8.1 ഇൻസ്റ്റാൾ ചെയ്യാം. ഗൈസ്, ഇവനാട്ടോ ലാപ്പ്. ഇവൻ്റെ ഓടുന്നത് ഇപ്പോൾ വിൻഡോസ് 10ൻ്റെ പഴയ വെർഷനാണ്. നമ്മളിപ്പോൾ ഇതിനെടുത്ത് കളഞ്ഞ് നമ്മൾ വിൻഡോസ് 8.1 ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം ഈ കമ്പ്യൂട്ടറിൽ. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റലേഷൻ വീഡിയോയുടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനി വിൻഡോസ് 8 ഇൻസ്റ്റാൾ ചെയ്യാട്ടോ നമ്മുടെ സിസ്റ്റത്തിൽ. ഓക്കെ, ഈ ഒരു ഹാർഡ് ഡിസ്കിലാണ് ഞാൻ എൻ്റെ വിൻഡോസ് 8 ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. 1 TB ഹാർഡ് ഡിസ്ക്കാണ് ഇട്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ഇൻസ്റ്റാൾ ദിസ് വിൻഡോസ് 8. ഓക്കെ, ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ നമ്മുടെ വിൻഡോസ് 8 റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻസ് ഞാൻ കുറച്ച് ആഷർ സോഫ്റ്റ്വെയർസ് കയറ്റിയിട്ടുണ്ട്, ഗൂഗിൾ ക്രോമും പിന്നെ നമ്മുടെ VLC പ്ലെയർ സംഭവങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഹേറ്റ് ചെയ്തായിരുന്നത് ഈ ഒരു വിൻഡോസിൻ്റെ സ്റ്റാർട്ട് മെനുവിനായിരുന്നു, നമ്മുടെ വിൻഡോസ് 8ൻ്റെ. എൻ്റെ ഇതിലിരിക്കുന്ന i3യുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 7th ജനറേഷൻ പ്രോസസ്സറാണ്. 2 കോർസ് ആൻഡ് 4 ത്രെഡിൻ്റെ പ്രോസസ്സറാണ്. 18% നമ്മുടെ CPU യൂസേജ്. ദെൻ റാം യൂസേജ് നോക്കുകയാണെങ്കിൽ 1.4 GB ആണ് ടോട്ടലി യൂസ് ചെയ്യണുള്ളൂ. ബാക്കി 6.3 GB ഫ്രീ ആണ്. അതാണ് ഗൈസ് നമ്മുടെ വിൻഡോസ് 8ഉം പിന്നെ നമ്മുടെ വിൻഡോസ് 11 തമ്മിലുള്ള വ്യത്യാസം. ഗൈസ്, ഞാൻ ഒരിക്കലും നമ്മുടെ വിൻഡോസ് 7ഓ വിൻഡോസ് 8ഓ നമ്മുടെ ഒരു പ്രൈമറി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് സെലക്ട് ചെയ്യാൻ ഒരിക്കലും പറയണില്ല. മീൻസ് നിങ്ങളുടെ മെയിൻ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക. ഇറ്റ്സ് ഓൾറെഡി ഡിസ്കണ്ടിന്യൂഡ്. മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല. നമ്മുടെ വിൻഡോസ് 10ഉം ഡിസ്കണ്ടിന്യൂ ആയതാണ്. ഇപ്പോൾ അവരുടെ ആകെയുള്ളത് വിൻഡോസ് 11 മാത്രമേ അവർ സപ്പോർട്ട് കൊടുക്കണുള്ളൂ. ഇപ്പോൾ ലൈക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആൻഡ് എനി ഫീച്ചർ അപ്ഡേറ്റ് മീൻസ് നിങ്ങളുടെ സിസ്റ്റം കോംപ്രമൈസ് ആവാൻ ചാൻസ് ഉണ്ട്, ഹാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വല്ല പഴയ ലാപ്ടോപ്പോ പഴയ കമ്പ്യൂട്ടറോ കിടക്കണമെങ്കിൽ അതിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്കത് ഒരു സെക്കൻഡറി PC ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്രയും ഞാൻ പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈമറി PCയിലാണ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ലിനക്സിലേക്ക് പോവുക. ലിനക്സ് ഇപ്പോൾ ഫെഡോറ ഉണ്ട്, നമ്മുടെ ഉബണ്ടു ഉണ്ട്, ദെൻ ലിനക്സ് മിൻ്റ് ഉണ്ട്. സോ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ഡിസ്ട്രോസ് ഉണ്ട്. സോ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ പ്രൈമറി PCയിൽ. ബട്ട് ഐ ഡോണ്ട് പ്രിഫർ വിൻഡോസ് 8 ആൻഡ് വിൻഡോസ് 7 ആസ് എ പ്രൈമറി ഓപ്പറേറ്റിംഗ് സിസ്റ്റം.